തൊടുപുഴ മങ്ങാട്ടുകവലയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച സ്ഥലത്താണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു വന്നത്. കരിമണ്ണൂർ SI റോയ് സുകുമാരൻ, ഡ്രൈവർ എന്നിവരെയാണ് നാട്ടുകാരും DYFI പ്രവർത്തകരും തടഞ്ഞുവെച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തു. ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, തൊണ്ടി സഹിതമാണ് പൊക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇതാ മദ്യക്കുപ്പി എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളടക്കം തെളിവുകളോടുകൂടി ആധികാരികമായി തന്നെയാണ് ഈ ഒരു ആരോപണമല്ല, ഇതൊരു വസ്തുതയാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ കയ്യിലാണ്. കാരണം ഇത് മദ്യപിച്ചു എന്നുള്ളത് പരിശോധനയിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വകുപ്പ് തല നടപടി, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഒക്കെ സമയമാണല്ലോ. ഈ ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും കേരളവും എല്ലാം ഒറ്റക്കെട്ടായി പൊരുതുന്ന സമയത്താണ് പോലീസ് യൂണിഫോമിൽ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ച നാട്ടുകാർക്കിടയിലേക്ക് ഒരു പ്രധാനപ്പെട്ട പോലീസുകാരും ഡ്രൈവറും കൂടി ഇറങ്ങി വരുന്നത്. രാഹുൽ, ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ വിവിധയിടങ്ങളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രദർശനം തൊടുപുഴ മങ്ങാട്ടുകവലയിലും ഉണ്ടായിരുന്നു. ഇവിടെ ഡ്യൂട്ടിക്ക് എത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചെത്തിയ എന്നൊരു പരാതിയാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും DYFI പ്രവർത്തകരും ഉന്നയിക്കുകയും ചെയ്യുന്നത്. നേരിയ രീതിയിൽ വാക്കേറ്റം ഇരു വിഭാഗങ്ങളും, പോലീസും അവിടെ ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ വാഹനം തുറന്നുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള റോയ് സുകുമാരൻ, അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ തുടങ്ങി 2 പേർ മദ്യപിച്ചു എന്നാണ് നാട്ടുകാരുടെയും DYFIയുടെയും പരാതി. തുടർന്ന് തൊടുപുഴ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. ഇവർ 2 പേരും എത്തിയ വാഹനം ഡോർ തുറന്ന് പരിശോധിച്ചപ്പോൾ ആണ് ഈ വാഹനത്തിന്റെ അകത്ത് നിന്നും മദ്യക്കുപ്പിയും കൂടാതെ പുകയില ഉൽപ്പന്നങ്ങളും ഒരു പാക്കറ്റ് ചീട്ടും കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടെ വലിയ രീതിയിൽ വാക്കേറ്റമായി ഇരുവരുടെയും രക്തസാമ്പിളുകൾ പരിശോധിക്കണം, ഇരുവരും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന നിലപാട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എടുക്കുകയായിരുന്നു. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തിയെങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾ പറയുന്നു 2 പേരും അടുത്തെത്തുമ്പോൾ മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു, ഇരുവരും മദ്യപിച്ചിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്തായാലും രക്തസാമ്പിളുകൾ കാക്കനാടുള്ള ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടുന്ന് വിശദമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് SI റോയ് സുകുമാരനും ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരികയും ഉള്ളൂ. അതേസമയം ആരോപണ വിധേയരായിട്ടുള്ള ഈ പോലീസുകാർ പറയുന്നത് ഈ വാക്കേറ്റത്തിന് പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മനഃപൂർവ്വം വാഹനത്തിന്റെ അകത്ത് കൊണ്ടുപോയി ഈ മദ്യക്കുപ്പിയും ബാക്കിയുള്ള പുകയില ഉൽപ്പന്നങ്ങളും വെക്കുകയായിരുന്നു, തങ്ങൾ കൊണ്ടുവന്നതല്ല, തങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്നൊരു നിലപാടിലാണ് ആരോപണ വിധേയർ നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പോലീസിന് വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോലീസ് തന്നെ ഇത്തരത്തിൽ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നു എന്നതാണ് വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടിയോ ഈ 2 പേരും മദ്യപിച്ചിട്ടുണ്ടോ എന്നതിന്റെ രക്തസാമ്പിളിന്റെ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി രാഹുൽ, വളരെ പ്രധാനപ്പെട്ട പരിശോധനാ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ അപ്പോഴും ഈ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും പുകയിലയും ചീട്ടുമൊക്കെ കണ്ടെടുത്തിട്ടുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണത്. പോലീസുകാർ കൊണ്ടുവന്നതാണോ അതോ നാട്ടുകാർ വെച്ചതാണോ, എന്താണെങ്കിലും സത്യം പുറത്തു വരണം. അത് പോലീസുകാരാണ് ഉത്തരവാദികളെങ്കിൽ അവർക്ക് സർവീസിൽ തുടരാൻ പോലും യോഗ്യതയില്ല എന്നുള്ളതാണ്.